ഹായ് മുത്തുമണികളെ, അസ്സലാമു അലൈക്കും. അപ്പം വിലകി കൊടുക്കാണ് കേട്ടോ നേന്ത്രപ്പഴം. കണ്ടോ, നേന്ത്രപ്പഴം നല്ലോണം പഴുത്തതാ ഞാൻ എടുക്കല് കേട്ടോ. പഴുത്ത് നല്ല പുഴുങ്ങിയിട്ടേ അതിൽ ഇച്ചിരി പാലൊക്കെ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ കുറുക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കഴിക്കും. പിന്നെ ഉറങ്ങിയിട്ടുണ്ട്. രണ്ടാൾക്കും ജലദോഷം പിടിച്ചു കേട്ടോ. നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് യാത്ര ചെയ്തിട്ടാണ് അല്ലേ. അപ്പൊ രാവിലത്തില് ഞാൻ കമന്റ് പറഞ്ഞതിന് ആരും ദേഷ്യപ്പെടല് കേട്ടോ. പാത്തൂന് ആരോടും ദേഷ്യമല്ല, എല്ലാരോടും ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഞാനങ്ങനെ ദേഷ്യമൊന്നും മനസ്സിൽ വെക്കലില്ല കേട്ടോ. അതിന്റെ സങ്കടം കൊണ്ട് അങ്ങനെ പറഞ്ഞുള്ളൂ. കാക്കു വീഡിയോ എടുത്തപ്പോൾ അതല്ല തിന്ന പെണ്ണോ, ഇതാണ് തിന്നാണ്. അപ്പൊ ഇത് കണ്ട നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കേട്ടോ. അത് ആരോ പറഞ്ഞിരുന്നു ക്യാരറ്റും കൂടി ഇട്ടുകാണ്ട് കൊടുക്കേണ്ടി എത്താൻ നല്ല രസം ഉണ്ടാവുമെന്ന്. ക്യാരറ്റ് ഇവിടെ അല്ല കേട്ടോ. ഇനി ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തോക്കണ്ട്. ആരാ പറഞ്ഞ് ഓലോട് താങ്ക്സ് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ പഴത്തിൽ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കാന്ന്. ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ രാഗിയോ അല്ലെങ്കിൽ നഴ്സറിപ്പൊടിയോ ഒക്കെ കൊടുത്തിരുന്നു. ഇവർക്കിപ്പോൾ ഞാൻ ലേസം ബേബി വീറ്റിയൊക്കെ വാങ്ങി. കാരണം 2 മക്കളില്ലോണ്ടേ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ ബുദ്ധിമുട്ടുകൊണ്ട് ഋതുവിന് കൊടുത്തിട്ടില്ലേ കുറേ. അങ്ങനെ ഋതുവിന് അന്ന് ഒറ്റ കുട്ടിയല്ലേ ഉള്ളൂ. ആ മതി 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 മതി. കേട്ടോ ചെത്തി കോരി നന്നാക്കണ പണിയാ. റോഡ് അളന്ന് ശരിയാക്കാട്ടോ. ഒന്നിപ്പോ അതിന്റെ പണിയാ കിട്ടിയിരിക്കണത്. റോഡ് ശരിയാക്കാണ്. ഓനോട് ഞാൻ പറഞ്ഞതെല്ലാം ഹെൽപ്പ് ചെയ്തോണ്ടാ മീറ്റിങ്ങിന് പോണ്ടേ. ഓന് ഞാൻ പോരുവോ ചോദിച്ച് നടക്കാട്ടോ. ഞാൻ പോരല്ലോ, കാക്കു പോരല്ലോ. കാക്കു പോയാൽ അതാണ്, കാക്കു ഒന്നും ഉണ്ടാതെ അങ്ങനെ ഇരിക്കും. കാക്കുവിന് ഇറടിച്ചിട്ടേ മാർക്കൊക്കെ ഒന്ന് കുറവാണ്. നല്ല ഏതായാലും ഒരു ട്യൂഷന് ചേർത്തണം. അടുത്ത പ്രാവശ്യം SLC അല്ലേ, അവിടെ ചേർത്തണം. ചേർത്തിയിട്ടുണ്ട് കേട്ടോ. പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അവിടെ ഒന്ന് പോണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. ചിലപ്പോ കാക്കു പോവും, അല്ലെങ്കിൽ ഞാൻ പോകും. എന്റെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആക്കിയിരിക്കണമെങ്കിൽ ഞാൻ പോവും, അല്ലെങ്കിൽ കാക്കു പോവും. അപ്പൊ അവിടെ ഓലയൊക്കെ ചാടിയിരുന്നു കേട്ടോ. അത് മേലത്താണ്. എന്നോട് എടുക്കാൻ പറയലുണ്ട് കേട്ടോ. അവിടെ തേങ്ങ ഇട്ടിരുന്നു എന്ന്. അപ്പൊ ഒരു 3-4 തേങ്ങയൊക്കെ തന്നു എനിക്ക്. ടെറസിന്റെ മുകളിലുള്ള തേങ്ങയൊക്കെ ഈ എടുത്തോ അറിയണ്ടെന്ന്. 2 എണ്ണമൊക്കെ ചാടിക്കണ് തോന്നണു. ആ ഓല ഞാൻ എടുക്കും കേട്ടോ. അപ്പൊ അവിടെ കാട് പിടിച്ചിട്ടുണ്ടല്ലേ. എന്നാളല്ലേ ഇപ്പൊ നമ്മള് ചെത്തിക്കോരിയത് കാക്കു. അതിങ്ങനെ കാട് പിടിച്ചുകൊണ്ടിരിക്കും. അവിടെ എപ്പോഴും വൃത്തിയാക്കലുണ്ട് കേട്ടോ. ഇത് കണ്ടോ, താഴത്തുനിന്ന് തമ്പുരാട്ടി കയറി വരുന്നുണ്ട്. എന്തോ പരാതിയും കൊണ്ട് വരികയാണ്. എന്താ പ്രശ്നം? ആരെ കാട്ടിയ? മൂത്തമ്മ കാട്ടിയോ? അച്ചോനെ താത്താരോട് പറഞ്ഞ മൂത്തമ്മ കാട്ടിയ. നേരെ നമ്മൾക്കിപ്പോ പോയിക്കൊണ്ടിട്ട മക്കളെ താഴത്തേക്ക് മൂത്തച്ഛന്റെ അടുത്തേക്ക്. അവിടെ എന്തെങ്കിലും വെള്ളത്തിൽ കളിച്ച് എന്തെങ്കിലും പിത്തനെ കാട്ടിയേക്കും. 2 ആളും കൂടി. ഒരു മുത്തച്ഛന്റെ കുട്ടി ഉണ്ടല്ലോ, ഒരേ പ്രായമാണ്. 2 ആളും കൂടി കളിച്ച മണ്ണ് കളിച്ചിട്ടില്ലേ. മണ്ണ് കളിച്ചിട്ടല്ലേ മൂത്തമ്മ ചീത്ത പറഞ്ഞത്? മൂത്തമ്മ ചീത്ത പറഞ്ഞോ? മൂത്തമ്മനെ നമുക്കേ ഇരുട്ടത്ത് കടത്തി വെളിച്ചത്ത് തിന്നാൻ കൊടുക്കണം കേട്ടോ. അള്ളാന്റെ കുട്ടീനെ മൂത്തമ്മ ചീത്ത പറയാ. ഓള് ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം. മൂത്തമ്മ അങ്ങനെ വരട്ടെ, ഇങ്ങോട്ട് കേറിയ ചീത്ത അറിയാ. എന്താ പറഞ്ഞത്? വെടിയേക്കുന്നോ? എത്തോണ്ട വെടിയേക്ക? മുത്തമ്മാന്റെ അടുത്ത് തോക്കുണ്ടോ? എത്ര പറയണ മുത്തമ്മ? സുന്ദരിന്റെ മേല് കഴുകട്ടെ ട്ടോ. മിന്ന ഉറങ്ങാണ്. പൊന്നൂനാണ് കൊടുത്തത്. അപ്പൊ പഴയ നല്ല ഇഷ്ടം. ആകെ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. എന്താണ് കഴിയുമ്പോ കൂടെ നോക്കി മക്കളേതാണ്. പിന്നെ മൂത്തമ്മ ഓളെ ചീത്ത പറയാക്കും. ഇങ്ങനത്തെ പണി എവിടെ എടുത്തുക്കും. ഓളും മറ്റോളും കൂടി കഴിഞ്ഞാലേ 2 ആളും കൂടി കാട്ടി കൂട്ടൂട്ടോ. ഇവിടെ അങ്ങനെ മണ്ണിലൊന്നും കളിച്ചലില്ല. 2 ആളും കൂടി കൂടുമ്പോ കാട്ടി കൂട്ടണ കേട്ടോ. വെള്ളത്തിലോ മണ്ണിലൊക്കെ കളിച്ചും. അപ്പൊ ചീത്ത അറിയണാണ്. അപ്പൊ അതൊക്കെ നമ്മളെ മീൻ കേട്ടോ. ഞാൻ അങ്ങനെ വരിക്കൊന്നും വെക്കലില്ല. വരിക്കൊക്കെ വെച്ചുകാണ്ട് എപ്പോഴാതാകാം. ഞാനൊന്നായിട്ട് മസാലയൊക്കെ കൂട്ടിക്കാണ്ട് ദീക്കാണ് ഇടും. മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇത്തിരി സുറുക്കി ഇടും. ഒരു 2 വെളുത്തുള്ളി കുത്തിക്കാണ്ട് ഞെരടിക്കാണ്ട് ഇടും. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ വരിയായിട്ടൊന്നും ഇടലില്ല. അപ്പൊ ഇങ്ങനെയാണ് മറിച്ചിടും. വരിയായിട്ടൊക്കെ ഒട്ടകങ്ങൾ വരിയായി അങ്ങനെയൊക്കെ ആയാൽ കുറേ പണിയാ. ഇന്നെന്താ വെള്ളം ഒന്നായിരിക്കൂലേ. അമ്മമാക്ക് വെള്ളാട്ടോ. അമ്മമാക്ക് ചൂടുവെള്ളം ഉണ്ടാക്കിയാണ് തല നനക്കാനും വേണ്ടി. 2 ദിവസമായി ചുമക്കുണ്ട്, നല്ല കുരണ്ട്. അപ്പൊ ഇതാക്ക് നമ്മളെ കറിയൊന്നും ഉണ്ടായിട്ടില്ല. തക്കാളി കറിയാണ് കേട്ടോ. തക്കാളി കടുക് വറുത്തിട്ട് കറി ഉണ്ടാക്കും.
എന്നാൽ നല്ലോണം ഞെരിച്ചും കൂടി പൊരിച്ചു കേട്ടോ. ഇതാട്ടോ മക്കളെ ഒക്കത്തിനും പണി മണ്ണിട്ട് റോഡ് നന്നാക്കുക. പോലെ ബൈക്ക് കയറാനാണ് കേട്ടോ. അത് മഴ പെയ്താൽ അങ്ങോട്ട് തന്നെ പോകും, കുത്തി ഒലിച്ച് കാണ്ട്. റോഡൊന്ന് ക്ലിയറൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ റിതാമോമീനൊക്കെ പണി. എത്താ റിതാമോമതെ പഞ്ചായത്തത്തെ പണിച്ചാണ് ഏറ്റെടുത്തിക്കുക. പഞ്ചായത്തിന് എഴുതി കൊടുത്തുക്കണേ. റോഡൊക്കെ അളന്ന് റെഡിയാക്കി പോയി അറിഞ്ഞില്ലേ? ആ ഈ കൊല്ലം ഇവിടെയൊക്കെ കോൺക്രീറ്റും താറൊക്കെ ഇടുമല്ലോടാ നമ്മളെ ബൈക്ക് കയറ്റാനേ. അവിടെ മേലൊരു ആ മേലത്തെ വീട്ടിലെ കാക്കൂനൊരു കാറുണ്ട് കേട്ടോ. ആ കാർ അങ്ങോട്ട് കയറ്റാൻ കഴിയായിട്ടായി. എപ്പോഴും കയറ്റീനി വണ്ടി ഇങ്ങനെ ആകെ റോഡൊക്കെ നമ്മളെ ലൈൻ വെള്ളത്തിനും വേണ്ടി കണ്ട് അവിടെ മാന്തിയതാട്ടോ. അപ്പോൾ പിന്നെ പറ്റ റോഡ് താറുമാറായി. ഇനി എന്തായാലും പഞ്ചായത്തേക്ക് എഴുതി കൊടുത്തുക്കണൊക്കെ ശരിയാവും ഇൻഷാ അല്ലാഹ്. അടുത്ത കൊല്ലം പ്രതീക്ഷിക്കാമല്ലേ. അപ്പോൾ ബൈക്ക് കയറാനും വേണ്ടിയിട്ട് കാട്ടുകയാണ് കേട്ടോ. ഈ കുണ്ട് ചാടുകയാണ് ഓലും ഇങ്ങോട്ട് ബൈക്ക് കയറ്റുമ്പോൾ. ഇതൊരു ചുരാട്ടോ, നാടുകാണി ചുരാണ്. മതി കുളിച്ചോ, പോണ്ടേ മീറ്റിങ്ങിന്? ഞാനെപ്പോ പോരണ്ട്? ആ ആയിക്കോട്ടെ, രണ്ടാളും പോയിക്കാണ്ട് വേഗം പോരുന്നാൽ മതി. കളച്ച് നിധി ഉണ്ടാവും അവിടെ എവിടെയെങ്കിലും. ഇതൊരു മല തിരുമ്പാണ്ടായിനി. തിരുമ്പാലൊക്കെ തിരുമ്പിട്ടോ. നടന്നോട് അധ്വാനിച്ചിട്ട് വിയർത്തിക്കണല്ലോ. ആ ബാക്കിൽ നിന്ന് മാന്തി കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ട് കേട്ടോ. അവസാനം അത് അയക്ക് കൊയിഞ്ഞാടണ്ട രണ്ടും കൂടി. നിധി കിട്ടും നിങ്ങൾക്ക് രണ്ടാക്കും. നിധി അടിച്ചു വരിയിട്ടില്ല കേട്ടോ മക്കളെ. അടിച്ചു വരാന്ന് കഴിഞ്ഞിട്ടില്ല എനിക്ക്. ഞാനിപ്പോൾ ഒന്നിനൊക്കത്ത് ഇട്ടിക്കാണ്ട് ഞാൻ കുളിപ്പിച്ചട്ടെ. അപ്പം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ മക്കളെ. വന്നുകാണ്ട് കാക്കൂൻ്റെ അടുത്ത് വേഗം ഇൻചാർജ് കൊടുത്തു. എടുത്ത് ഞാൻ ഏതായാലും എൻ്റെ മേത്ത് കൂടെ മൂത്രം ഒഴിച്ചിട്ടും അപ്പിട്ടിട്ടും ഉറങ്ങണമില്ലേ. ലിനുവിനെ ഏതായാലും ഞാൻ അതിൻ്റെ അടിയിലൊന്ന് കിടത്തി ഉറക്കി കേട്ടോ. അപ്പോൾ കണ്ടോ കാക്കു വന്ന പാട് ബൈക്കിൻ്റെ ഒച്ച കേട്ട പാടന്നെ ഉണന്നു. അപ്പം റിദാ മുഹമ്മദ് ഇതാക്കണ കേട്ടോ. മാനത്തേക്ക് നോക്കി എൻ്റെ അടുത്തുനിന്ന് കുറേ ചീത്തട്ടിയിട്ടേ. കാക്കൂൻ്റെ അടുത്തുനിന്ന് നല്ലോണം കിട്ടിക്കണം കേട്ടോ. മാർക്ക് നല്ല കമ്മിയുണ്ട്. അപ്പം അതിരിങ്ങനെ ഈറടിച്ച് കാണ്ടിക്കുക ചീത്ത അറിഞ്ഞിട്ട് കേട്ടോ. ശ്രദ്ധിക്കായിട്ടാണ്. അടുത്ത പ്രാവശ്യം SLC അല്ലേ. ട്യൂഷനിലൊക്കെ ഈ പ്രാവശ്യം ചേർത്തിട്ടോ. അതിൻ്റെ മുന്നേ 9 ചേർത്താൽ എനിക്ക് നല്ല പൂതി ഉണ്ടായിനി. കുറച്ചൊക്കെ ഒന്ന് മനസ്സിലായിക്കോളും കരുതിക്കാണ്ട്. ഇപ്പം SLCക്ക് എന്തായാലും ചേർത്താക്കാൻ വയ്യല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോണ്ടി, ലൈക്ക് ചെയ്യോണ്ടി, ഷെയർ ചെയ്യോണ്ടി. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. എന്താ കണ്ണൊക്കെ നിറഞ്ഞിക്കണ എൻ്റെ? കാക്കൂൻ്റെ അടുത്ത് നല്ല ചീത്തട്ടിക്കണ് കേട്ടോ. അതിനാണ് കണ്ണെറിഞ്ഞിക്കണത്. ഇനി മേലാൽ പോകില്ല. കളിച്ചാൻ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിക്കണ്. കുറേ വാണിംഗ് ഒക്കെ കൊടുത്തിക്കണ്. ലൈക്ക് കമ്മിയുണ്ട് മക്കളെ. ആദ്യം തന്നെ ആ ലൈക്ക് ബട്ടനാണ് തൊടുകൊണ്ടിട്ടോ. ഞാൻ മറന്നിട്ടില്ലേ. അവസാനം ഞാൻ ഒന്ന് പറയാം.